അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മളെ നിക്കാഹൊക്കെ അൽഹംദുലില്ലാ ഹൈറായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗണ്ടൊക്കെ അന്നത്തെ ആ ഒരു ആടലും പാടലും ചാടലൊക്കെ ആയിട്ട് പോയതാണ്. പിന്നെ വേറൊരു സർപ്രൈസ് ഇന്ന് ഈ സീറ്റിൽ വരാനുണ്ട് കേട്ടോ. മാഷാ അല്ലാ, എന്താ നിങ്ങൾ ഗസ് ചെയ്തോളി വീഡിയോ ഫുള്ള് കാണുന്നതിന് മുന്നേ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടായിരിക്കും, ചിലപ്പോൾ അതായിരിക്കില്ല കേട്ടോ. അപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇച്ചിരി യാത്രയും വൈബും വിശേഷങ്ങളൊക്കെ വരാനുണ്ട്. എന്താണെന്നൊക്കെ നമ്മൾ പറയാം. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് ആ സർപ്രൈസ് എന്താണെന്ന് നോക്കണ്ടേ. കുറച്ച് ടൈം വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് സർപ്രൈസ് കാണാം. ഇതാണ് നമ്മളെ സർപ്രൈസ്. അസ്സലാമു അലൈക്കും. അങ്ങനെ നിക്കാഹിന് ശേഷമുള്ള ഞങ്ങളുടെ ഫസ്റ്റ് യാത്രയാണ് കേട്ടോ. അത് ഉമ്മയും ഉപ്പയും താത്ത അളിനും എല്ലാവരും ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ എല്ലാവരും കൂടി രസമാക്കിയിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓളെ കൂട്ടാൻ വേണ്ടി പോയതായിരുന്നു. കൂട്ടി വന്നു. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ വീട്ടിൻ്റെ അടുത്തെത്തും. അപ്പോൾ ഉമ്മയും താത്തയും എല്ലാവരും കയറും. അപ്പോൾ നമുക്ക് ഒരുമിച്ചിട്ട് പോവാം അല്ലേ. ഇൻഷാ അല്ലാ. ടാറ്റാ. അങ്ങനെ ഞങ്ങളെ യാത്ര തുടങ്ങി ചുരത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നല്ല വെളിച്ചുള്ള ടൈമിലായിരുന്നു ഞങ്ങൾ ചുരത്തിലെത്തി. പക്ഷെ ബ്ലോക്ക് എന്ന് വെച്ചാൽ 2 മണിക്കൂറോളം ബ്ലോക്കിൽ ഇപ്പോൾ പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ 8ാം വളവ് കഴിഞ്ഞ് 9ലേക്ക് പോകണേ ഉള്ളൂ. ബ്ലോക്ക് എന്ന് വെച്ചാൽ ചില്ലറ ബ്ലോക്കൊന്നുമല്ല. പിന്നെ നമ്മളെ ചുരത്തിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ നമ്മൾ കരുതണം കേട്ടോ. ടിപ്സായിട്ട് കരുതിയാൽ മതി. അതായത് ബ്രെഡ്, പിന്നെ കപ്പ് കേക്ക്, വെള്ളം, ഇതൊക്കെ കരുതുക. കാരണം ചിലപ്പോൾ 3-4 മണിക്കൂറൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. നമുക്ക് ഇന്ന് ഉമ്മ കുറച്ച് കപ്പ് കേക്കും വെള്ളവും കരുതിയോണ്ട് ഞങ്ങൾ അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ടിപ്സ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. എല്ലാവരും ഇങ്ങനെ ബ്ലോക്കിൽ നിരന്ന് നിൽക്കുന്നുണ്ട്. ഒരു മാനന്തവാടി ബാംഗ്ലൂർ ബസ്സൊക്കെ അതാ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവിടെയും അങ്ങനെ തന്നെ. ഇപ്പോൾ ഇവിടുന്ന് ഒരു കടവ് ഇങ്ങനെ വന്നാൽ അങ്ങനെ ഉണ്ടാവും. ഇത് കാടാണ്. മുന്നേയുള്ള വണ്ടി ഇതാണ്ടല്ലേ, കയ്യിലുണ്ടല്ലേ പാത്രം, അവർ കഴിക്കുകയാണ്. അതേപോലെ എല്ലാവരും സൂക്ഷിക്കുക. നമ്മളറിയാത്തൊരു വണ്ടിയാണ് കേട്ടോ. യാദൃച്ഛികമായി നമ്മൾ കഴിച്ചപ്പോൾ ഒരു കഴിച്ചാണ്ടപ്പോൾ എടുത്തതാണ്. ഹലോ, ഡെലിവറി ബോയ്സ് അല്ലേ? നമ്മളിവിടെ ബ്ലോക്ക് പെട്ടെടുക്കണ ചുരത്തിലേ ഫുഡൊന്നും എത്തിക്കാൻ കഴിയും 9ാം വളവിൽ. എല്ലാവർക്കും എന്താ വെറുംചോറ മന്തിയോ? മന്തിയോ? ഒരു നൂഡിൽസ്, സാധാ ചോറല്ലേ? ഓക്കെ, ഒരു 2 സാധാ ചോറും ഒരു പൊറോട്ടയും ഒരു മന്തിയും. ഹാഫ് മതി 9ാം വളവിൽ കേട്ടോ. ആ വണ്ടി കുറേ നിർത്തിയിട്ടില്ല, അതിൻ്റെ ഒരു ഗ്യാപ്പിലുണ്ട്. സോറി. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ റിസോർട്ടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ബ്ലോക്കൊക്കെ നമ്മൾ ഒരുവിധം പെട്ടെന്ന് നമുക്ക് എന്താ പറയുക സ്പീഡപ്പായി. അങ്ങനെയൊക്കെ ബ്ലോക്ക് സോൾവ് ആയിട്ടോ. പോലീസൊക്കെ വന്നപ്പോൾ അപ്പോൾ നമ്മളെ റിസോർട്ടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. സെക്യൂരിറ്റി വന്നിട്ട് നമുക്ക് ഡോർ തുറക്കുന്നുണ്ട്. ബുക്ക് ചെയ്താ ഓക്കെയാ. അപ്പം സെക്യൂരിറ്റിക്കാർക്ക് ഒരു പാവമേട്ടൻ. അപ്പോൾ നമുക്ക് ചേട്ടൻ വാതിലൊക്കെ തുറന്നിരുന്നുണ്ട്. ആ ഡോറ് തുറന്നിട്ടുണ്ട്. ഗേറ്റ് ചേട്ടാ പോയിട്ടോ. ഓക്കെ ഞാൻ പറയണം. അങ്ങനെ നമ്മളിതാ ഇതാണ് നമ്മളെ റിസോർട്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനില്ലേ, മൊത്തത്തില് അടിപൊളി. ഇങ്ങനെ നമ്മളെ റിസോർട്ടിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പനുണ്ട്, ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, പിന്നെ താത്താരുണ്ട്, അളിയന്മാരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബ്ലോക്ക് പെട്ടോണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മള് ഉപ്പൊക്കെ നിങ്ങളെപ്പോഴും എത്തിയേ? വൈകുന്നേരം എത്തി. ഞങ്ങള് കുറച്ച് ലേറ്റ് ആയി. കുറച്ചല്ല ഒരു 8-9 മണിയൊക്കെ ആയി തോന്നുന്നുണ്ട്. അഫ്നു 2 വാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അഫ്നുവിനൊന്നും പറയാനല്ലോ. ഉമ്മക്ക് എന്താ പറയാനുണ്ടോ? ഇല്ല, വിശക്കുണ്ട് പാവം. അതായിരിക്കും സംഭവം, എനിക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇനി പൂളൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന കുറച്ച് സന്തോഷമുണ്ട്. ഇനി നമുക്ക് എല്ലാരും പൂളൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡിന്റെ സെക്ഷൻ ജസ്റ്റ് കാണിച്ചു കേട്ടോ. ചാടിക്കോളി. ഓ മൈ ഗോഡ്, അതെ സൂപ്പർ ചാടുണ്ട് ഇവിടെ. അയിനു കുളിച്ചോ? ഇവിടെ ലിനുമോള് ഇവിടെ റെഡി ആയി. ലിനു ഹായ് പറയൂ. ഹായ്. അപ്പൊ എല്ലാരും നീന്തി കുളിക്കുന്ന അവിടെ നീന്തൽ പഠിക്കാണ് കേട്ടോ. അച്ചു നല്ലോണം ശ്രദ്ധിച്ച് നീന്തട്ടോ. അച്ചു കാല് പൊന്തിച്ചൊരു നീന്ത്. അപ്പം മക്കളൊക്കെ നീന്തൽ പഠിക്കുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം പല അപകടങ്ങളും നമ്മൾ കാണുന്നതാണ് മക്കൾ നീന്തൽ പഠിക്കാത്തതിന് പോയിന്റെ അടുത്തൊക്കെ പോകുമ്പോൾ. അങ്ങനെ നമുക്ക് വണ്ടി ചേട്ടൻ എന്തൊക്കെ റെഡി ആക്കണം. ചേട്ടൻ നിന്റെ പേരെന്തേനി? കാൻഡിഡേറ്റ്. ആ സാധനമാണിത്. അപ്പം ഇതിങ്ങനെ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ വൈബിൽ എന്നൊക്കെയാണ് ഓല് പറയണത്. നല്ല രസമുണ്ട് കേട്ടോ വെച്ചൊക്കെ കാണാൻ. എന്തെല്ലൊക്കെ ഐറ്റംസൊക്കെ ഉണ്ട്. ചിക്കന്, പിന്നെ ചെമ്മീൻ, ചിക്കൻ പൊരിച്ചത്, വേറെന്തോ കറി, ഫ്രൈഡ് റൈസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതാണ് കേട്ടോ ലൈറ്റ് ഒക്കെ ഓഫാക്കിയതിന് ശേഷമുള്ള ഒരു വ്യൂ. ഇപ്പോഴാണ് കറക്റ്റ് മറ്റേ ക്യാൻഡിലൈറ്റ് ഡിന്നർ ആയത്. ആ പേര് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ സംഭവങ്ങളും സെറ്റായി നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഏതെന്ന് തുടങ്ങണം എന്നാണ് ഞങ്ങൾ നോക്കുന്നത്.
എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി തൽക്കാലം നമുക്ക് ലൈറ്റ് ഓഫ് ആക്കാം. ലൈറ്റ് ഓഫ് ആക്കി. യെസ്, സെറ്റല്ലേ? അപ്പോൾ ഇനി ഞങ്ങൾ ഏതായാലും കഴിക്കട്ടെ കേട്ടോ. തൽക്കാലം കഴിക്കണേ കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. തെറ്റാ? അങ്ങനെ നമുക്ക് ഭക്ഷണം കഴിക്കാനിടയിൽ കൂടി ഒരു എന്താ പറയുക, നമുക്ക് സ്പെഷ്യൽ ഒരു ജ്യൂസും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ കഴിക്കാം? വാട്ടർമെലണും പപ്പായയും കൂടിയുള്ള ജ്യൂസാട്ടോ. മോന് നല്ലോണം കഴിക്കുന്നുണ്ട്. മോനു ഉഷാറല്ലേ? എന്താ ഫ്രൈഡ് റൈസ്, അനിയന്താ അവിടെ നൂഡിൽസ് കഴിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ച്, ചപ്പാത്തി, പിന്നെന്താ ചെമ്മീൻ്റെതാണ്. അതുമോ ഇവിടെ നിന്ന് നല്ലോണം പൊറാട്ടയും ചിക്കൻ കഴിക്കില്ല. അത് മോനെ സെറ്റല്ലേ? ആയിഷുമോൾ എന്താ അത് തക്കാളി കഴിക്കുന്നേ? പിന്നെ ബീഫ്, ചിക്കൻ, ഇതെന്താ സാധനം? ചെമ്മീനാണോ? അത് ചിക്കൻ്റെ വേറെ വെറൈറ്റിയാണ്. അപ്പം നല്ല കഴിക്കലാണ് എല്ലാവരും കേട്ടോ. അതിൻ്റെ ഇടയിലുള്ളൊരു മൊമെൻ്റ്. ഇനിതാ നെക്സ്റ്റ് ടേബിളാണ്. ലിനുമോളൊക്കെ സെറ്റല്ലേ? നൂഡിൽസ് എല്ലാം ഉണ്ടല്ലേ? പൊറാട്ട ഉണ്ട്. അയ്യമോൾ ഇതാ അവിടെ സുന്ദരിക്കുട്ടിയായിട്ട് ഭക്ഷണം കഴിക്കണേ. മാഷാഅല്ലാ. അളിയൻ ഇവിടെ ഉണ്ട്, അച്ചുണ്ട്, എല്ലാം ഉണ്ടല്ലേ? നീനുമോൾ ഇതാ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കണ്. എന്താ നീനുമോളെ സ്പെഷ്യല്? എല്ലാ ഐറ്റംസും നീനുമോൾ എല്ലാം ടേസ്റ്റ് ചെയ്യാം ഒക്കെ ഉണ്ട് അല്ലേ? ഇങ്ങനെ രാവിലെ ആയി. ഗുഡ് മോർണിംഗ്. അപ്പം റിസോർട്ടിന്റെ വൈബുകളൊക്കെ ആസ്വദിച്ചോ? എങ്ങനെയുണ്ട്? രാവിലെ തന്നെ എണീറ്റ് ഈ ചെറിയ ഇത് മഴ പെയ്യല്ലോ കേട്ടോ, മഞ്ഞാണ്, മനസ്സിലായോ? ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിരിക്കൂലേ രാവിലെ തന്നെ. എങ്ങനെയുണ്ട് റിസോർട്ട്? എങ്ങനെയുണ്ട്? സീരിയസ്ലി അടിപൊളിയായില്ലേ? അങ്ങനെ വേറെ രണ്ടാളും കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ? ആസ്വദിക്കാണോ? മൊത്തം ഇന്നലെ രാത്രി ആയതുകൊണ്ട് അധികം കൊണ്ട് വിഷ്വൽ കിട്ടിയില്ലല്ലേ കാണാൻ? ഇപ്പൊ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് അല്ലേ? നല്ല ഒരു ഇത് മഞ്ഞ് പെയ്യാണ് കേട്ടോ, ചെറിയ ഉണ്ടല്ലേ ചാറ്റില്. മയത്ത് പുറത്തിറങ്ങണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി, ഒരു കുട സെറ്റാക്കി. ഞങ്ങൾ കുട ഓൾറെഡി കൊണ്ടുവന്നു. എനിക്കറിയാം വയനാട്ടിലേക്കാണ് പോരുന്നത്, മഴ എന്തായാലും പെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ഓക്കെ. പിന്നെ ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത ടാലൻമാർക്ക് റിസോർട്ടാണ് കേട്ടോ. നമ്മൾ വയനാട് വൈത്തിരിയനാണ് ഈ റിസോർട്ട്. എങ്ങനെയുണ്ട് അഫ്നു? നൈസാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ഒരു നാച്ചുറൽ വൈബിൽ സെറ്റ് ചെയ്ത ഒരു അടിപൊളി പ്രീമിയം റിസോർട്ടാണ്. പെട്ടെന്നാണ് നീനുമോൾ ഇങ്ങനെ നീനുമോള് യൂണിഫോം ഒക്കെ ഇട്ടിട്ട്, ഞാൻ നല്ല കുട്ടിയാണ് സ്കൂളിൽ പോകും. അതൊന്നല്ല സംഭവം. പെട്ടെന്ന് സ്കൂളിൽ നിന്ന് എന്തോ സ്പെഷ്യൽ ക്ലാസ് അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 10ാം ക്ലാസ് ആയതുകൊണ്ട് ഈ ഒരു ആത്മാർത്ഥതക്ക് 100 മാർക്കുണ്ട് കേട്ടോ. മാഷാഅല്ലാ. കാരണം ട്രിപ്പ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മാഷാഅല്ലാ. ഉഷാറല്ലേ? നീ എപ്പോഴാ ഫ്രീ ആകാ? ഞങ്ങളിവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ. അപ്പം നീനും തൽക്കാലം ഉപ്പൻ്റെ കൂടെ സ്കൂളിൽ വരെ പോവാണ് അല്ലേ? ഓക്കെ, ടാറ്റാ, ബൈ. ഇവിടെ അളിയന് നമുക്ക് വേണ്ടി ഈ ഇളം മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് അളിയൻ ചായ റെഡിയാക്കിയതാണ്. ചായ അല്ല, കോഫിയാണ് അല്ലേ? കോഫിന്റെ ചായ ഉണ്ട്. ദുബായിൽ നിന്ന് എല്ലാം അളിയും കറക്റ്റ് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് ചായ കുടിക്കാനായി. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോണത്. കോൺഫ്ലെക്സ് ഉണ്ട്, ഇനി വേറെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. ഇതെന്താ ബ്രോ? ഇൻഫ്യൂസ്ഡ് വാട്ടർ. ഇത് നമ്മളെ വത്തക്ക, വാട്ടർമെലൺ. ഓക്കെ. ഇനി ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. പപ്പായ, വാട്ടർമെലൺ, പൈനാപ്പിൾ. ഇതെനിക്ക് ഇഷ്ടമുള്ള സംഭവം കേട്ടോ. പൂരിയാണ്. പിന്നെ ഇതെന്താ വെച്ചാൽ അതിൻ്റെ കറിയാന്ന് തോന്നുന്നുണ്ട്. പിന്നുള്ളത് ഇതെന്തമ്മ? ദോശ. അതായത് കുഞ്ഞി ദോശയാണ് കേട്ടോ. പിന്നെന്താന്ന് വെച്ചാൽ കടലക്കറി, പിന്നെ ചട്ടിനി, പിന്നെ വേറൊരു ചട്ടിനി, പിന്നെ പൂള, കപ്പ അത് പൊളിച്ചിട്ട കപ്പ, പിന്നെ പഴം പിഴിങ്ങിയതുണ്ട്, പിന്നെ എഗ്ഗ് കോഴിമുട്ട ഉണ്ട് കേട്ടോ, പിന്നെ അവിലും പഴവും. ഇതൊക്കെ എന്താ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തത് പക്കാ ഒരു നാച്ചുറൽ വൈബ്. ഉമ്മച്ചിൻ്റെ ഒക്കെ ഉമ്മൻ്റെ അവിടെ പോകുമ്പോൾ ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉമ്മച്ചി ഉണ്ടാക്കുകയാണ്. സാധാരണ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ കിട്ടുകയെന്ന് വെച്ചാൽ കുറവാണ്. ഇപ്പോൾ ഡൈനിങ് ഏരിയൻ്റെ നല്ല നീളം വലുപ്പം, ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഡൈനിങ് ഏരിയ ഒക്കെ ഇവിടെ, വൃത്തിയുള്ള ഡൈനിങ് ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 2 കഷ്ണം ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, 2 പൂരി കറി. 2 കഷ്ണം ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഇത് 10-30 കഷ്ണം ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. ഇവിടെ ആദുമോന് ആയിഷും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതു എന്താണ് സ്പെഷ്യലായിട്ട് കഴിക്കുന്നത്? ഇതിന്റെ പേരെന്തായി? അതു കോൺഫ്ലെക്സ് കേട്ടോ. അതിനറിയാട്ടെ. ഈ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്. ആയിഷുമോൾ എന്താ കഴിക്കുന്നത്? ആയിഷുമോൾ ഭയങ്കര പ്രോട്ടീൻ ഫുഡാണല്ലോ. കപ്പയാണോ? കപ്പ, പിന്നെ എഗ്ഗ്, പൂരി, വാട്ടർമെലൺ അല്ലേ? ഇവിടെ ഒരാളുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താനി ചായ കുടിച്ചോ? ചിരിക്കാനോ? ഉറക്കൊന്നും ശരിയായില്ലേ?
രസമല്ലേ? ഞാൻ ടോപ്പിൽ വന്നതാട്ടോ. ഒരു പക്കാ ഒരു കാടിൻ്റെ നടുവിലാണ് കേട്ടോ ഈ ഒരു മൊത്തം റിസോർട്ട്. ഞാൻ ഇതിൻ്റെ ടോപ്പിൽ ജസ്റ്റ് വന്നതായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നല്ല മഴയും പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. വയനാട്ടിൽ ഒരു മഴ എന്ന് വെച്ചാൽ പുളി മഴ. അതിനൊരു പുതിയ കുട കിട്ടിയോണ്ട് അതിനും എന്തായി, അതിനും അബ്ബയും സേഫായില്ല. അതിനോ ഞങ്ങൾ പോയിക്കോളെ ഉണ്ടാളോ. ചെല്ലേ ചെല്ലി, വലിയ കുടയുണ്ട്, മഴ നനയൂല. ചെല്ലി 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 വേഗം ചെല്ലി. ഈ ഒരു റിസോർട്ടിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കുറേ വില്ലാസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്ന ഈ ഒരു റിസോർട്ട് നമ്മൾ വീണ്ടും പറയാണ്, വയനാട് വൈത്തിരിയാണ് കേട്ടോ. ടാലന്റ് മാർക്ക് റിസോർട്ടാണ്. നല്ല ഫുഡ് ആയിക്കോട്ടെ, പിന്നെ സർവീസ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നഷ്ടമാവില്ല. നമ്മൾ തൽക്കാലം പോവാണ് കേട്ടോ. ടാറ്റാ ടാറ്റാ ബൈ. അനിയെന്താ വേക്കിൽ ഉമ്മ ചെയ്താ? ഹലോ ടാറ്റ പറയൂ എല്ലാവരും. ടാറ്റാ.